Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വോട്ട് കൊള്ളയ്ക്കെതിരായ പോരാട്ടത്തിൽ ഐക്യത്തോടെ രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും തയ്യാറെടുക്കുന്നത്. വയനാട്ടിലെ വോട്ടർ പട്ടിക ഉയർത്തി BJP നേതാവ് അനുരാഗ് ഠാക്കൂർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷയത്തിൽ മറുചോദ്യമില്ലാതെ മറ്റൊന്നും BJPക്ക് പറയാനില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെ വോട്ട് കൊള്ളയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമ്പോൾ അവഗണിച്ച് മുന്നോട്ടു പോകാനാകുമോ സർക്കാരിന്? That the Election Commission of India was colluding with the BJP to steal elections. It is critical that we expose voter cheating. വോട്ടർ പട്ടിക വിവാദം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രക്ഷോഭമാക്കി മാറ്റുകയാണ് കോൺഗ്രസ്. ഇന്ന് രാജ്യത്ത് എല്ലാ ജില്ലകളിലും തെളിയുന്ന മെഴുകുതിരികൾ അണയാത്ത പ്രതിഷേധ ജ്വാലയാക്കാനാണ് തീരുമാനം. ആരോപണങ്ങളിൽ മറുചോദ്യവുമായി BJP എത്തുന്നത് മറുപടിയില്ലാത്തതുകൊണ്ടാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. റായ്ബറേലിയിലും വയനാട്ടിലും കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്ന് BJP തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബലഹീനത ഉറപ്പിക്കുകയല്ലേ എന്നാണ് ചോദ്യം. ധൈര്യമുണ്ടെങ്കിൽ വാരണാസിയിലെ വോട്ടർ പട്ടിക പുറത്തുവിടൂവെന്നും വെല്ലുവിളിക്കുന്നുണ്ട് കോൺഗ്രസ്. We demand from Anurag Thakur, please make the data Varanasi public. We know that the Prime Minister does not deserve to be where he is. Based on fake voters, he barely managed to win the Lok Sabha seat of Varanasi in 2024. ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നോട്ടു പോകുന്നത്. സഖ്യ നേതാക്കളെല്ലാം ഒന്നിച്ചെത്തുന്ന വോട്ടർ അധികാർ യാത്രയിലൂടെ ബീഹാറിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിനാണ് തുടക്കമാവുക. രാജ്യമൊട്ടും ക്യാമ്പയിനുകൾ, റാലികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ 5 കോടി വോട്ട് സമാഹരണം. വോട്ട് ചോരി ആരോപണത്തിൽ ഇതുവരെയില്ലാത്ത അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നത്. വോട്ട് കൊള്ളക്കാരെ ബീഹാറിൽ പരാജയപ്പെടുത്തുമെന്നുറപ്പിച്ച് ഒറ്റക്കെട്ടായി പ്രതിപക്ഷം മുന്നോട്ടാണ്. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയം തേടിയാണ് ഐക്യത്തോടെയുള്ള പോരാട്ടം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി കൊടുങ്കാറ്റിൽ പ്രതിപക്ഷം കരുത്തരായോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പി ആർ സുനിൽ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴിയാണ് ഡൽഹിയിൽ നിന്നും പി ആർ സുനിൽ നമ്മുടെ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നത്. പി ആർ സുനിലും നമുക്കൊപ്പം ചേരും ചർച്ചയിൽ. ആദ്യം സ്മൃതിയിലേക്ക്. സ്മൃതി, നമ്മൾ 300 MP-മാരുടെ പ്രകടനം അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടേയില്ല രാജ്യ തലസ്ഥാനത്ത്. അതിൽ എല്ലാ പ്രതിപക്ഷ MP-മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മനോഹരമായ ചില കാഴ്ചകളൊക്കെ കണ്ടു. തൃണമൂൽ കോൺഗ്രസിൻ്റെ മിതാലിയെ രാഹുൽ ഗാന്ധി താങ്ങിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. മുഹുവ മൊയ്ത്ര ബാരിക്കേഡിന് മുകളിൽ ചാടുന്ന ദൃശ്യങ്ങൾ കണ്ടു. ജോൺ ബിട്ടാസ് അടക്കമുള്ള നേതാക്കൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറെക്കാലത്തിനു ശേഷം ഒരു പ്രധാന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്നിപ്പോൾ മെഴുകുതിരി കത്തിക്കൽ പ്രതിഷേധമാണ് നടക്കുന്നത്. കേരളത്തിലടക്കം പ്രതിപക്ഷം കരുത്തരായോ? ഉറപ്പായിട്ടും പ്രതിപക്ഷം കരുത്തരായിട്ടുണ്ട്. പ്രതിപക്ഷം ഐക്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കമ്മീഷൻ്റെ ഓഫീസിലേക്കുള്ള മാർച്ച് കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 300-ലേറെ MP-മാർ ഒരുമിച്ച് നിന്ന് ആ പ്രതിഷേധം, ആ കാഴ്ചകൾ നമ്മൾ തത്സമയം നൽകിയതാണല്ലോ. അതിനു മുൻപേ തന്നെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ഐക്യത്തിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഒരുമിച്ചാണ് എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്നത്. ഒരു എതിർ ശബ്ദവുമില്ല. അതിനു മുൻപ് തന്നെ യോഗം ചേരുന്നു. എല്ലാ നേതാക്കളെയും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ അതിൽ പിന്നേരയിലായി പോയി ചിലർ എന്നുള്ള വാദമൊക്കെ BJP ഉയർത്തിയെങ്കിലും അതിലൊന്നും അവർ വീണിട്ടില്ല. അവരെല്ലാവരും ഐക്യപ്പെട്ടിരിക്കുകയാണ്. പല വിഷയങ്ങളിൽ വിഭിന്ന നിലപാടുകൾ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ ഐക്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാത്ത
ആം ആദ്മി പാർട്ടിയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ മെഴുകുതിരി പ്രതിഷേധമായി, മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമായി രാജ്യത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങി തോന്നുന്നു. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അങ്ങോട്ട് അതാണ്, ഇനിയിപ്പോൾ ബീഹാറിൽ വലിയ 2 ആഴ്ച നീളുന്ന പ്രതിഷേധ പരിപാടികൾ നടക്കാനിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ രാഹുൽ കൊണ്ടുവന്ന തെളിവുകളിൽ ഒരു തരത്തിലും അത് തള്ളാൻ കഴിയില്ലല്ലോ. തെളിവുകളായിട്ട് തന്നെയാണല്ലോ പുറത്തു വന്നത്, അത് ആരോപണമല്ല. ആ തെളിവുകളിൽ എന്ത് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനുള്ളത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് അതിൽ നിശബ്ദമായിരിക്കുന്നു എന്നുള്ള ചോദ്യം, നിശബ്ദമല്ല, പറയുന്ന മറുപടികളൊന്നും വ്യക്തതയുള്ളതല്ല, ചോദ്യങ്ങൾക്കല്ല ഉത്തരം വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ലല്ലോ എന്നുള്ള കാര്യം സുപ്രീം കോടതി പോലും ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. സുപ്രീം കോടതിയോട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് മരിച്ചെന്ന് കാട്ടി ഒഴിവാക്കി 22 ലക്ഷം പേരുടെ പട്ടിക പുറത്തുവിടാത്തതെന്ത് എന്ന് കോടതി ചോദിക്കുകയാണ്. അത്തരം ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി ഇന്ന് നടത്തിയ പരാമർശങ്ങൾ, മരിച്ചവരെ കണ്ടെത്തി ഒഴിവാക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചതെന്ന് കോടതി ചോദിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചെന്ന് കാട്ടി ഒഴിവാക്കിയെന്ന ഹർജിക്കാരുടെ ആക്ഷേപം ഗൗരവതരം എന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന് കരുതിയ 3 പേരെ കൊണ്ടാണല്ലോ യോഗേന്ദ്ര യാദവ് എത്തിയത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട തെളിവായി കോടതിയും കാണുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. മറിച്ച് തിരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലേക്ക് പോകണം, അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ട്, വ്യാജ വോട്ടർമാരുണ്ട് എന്ന വാദം ഉയർത്തുന്നു. അങ്ങനെ വയനാട്ടിൽ മൈമൂന 3 വോട്ട് ചെയ്തു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അനുരാഗ് ഠാക്കൂർ വാർത്താസമ്മേളനം നടത്തുന്നത്. അനുരാഗ് ഠാക്കൂർ പല ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി 6 മാസം എടുത്ത് കഷ്ടപ്പെട്ട് ഒരു മണ്ഡലത്തിലെ രേഖകൾ, കടലാസുകൾ മുഴുവൻ പരിശോധിച്ച് കണ്ടെത്തിയ തെളിവുകൾ എങ്ങനെയാണ് അനുരാഗ് ഠാക്കൂറിന് എവിടെ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ഡിജിറ്റൽ രേഖകൾ അനുരാഗ് ഠാക്കൂർ നൽകിയോ? സംശയമാണല്ലോ. അങ്ങനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പൊളിയില്ല. മൈമൂനയുടെ കാര്യം, 3 മൈമൂനമാർ, ഏറനാട് മണ്ഡലത്തിലെ മൈമൂനയ്ക്ക് 3 വോട്ട്, 115, 135, 182 ബൂത്തുകളിൽ വോട്ട് എന്നായിരുന്നു ആരോപണം. പക്ഷേ ആ 3 പഞ്ചായത്തിൽ ഉള്ള 3 മൈമൂനമാരാണ് എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞത് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തി. ഒന്ന് അരീക്കോടും കാവന്നൂരും കുഴിമണ്ണയിലുമുള്ള 3 പേരാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. തിരിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മോദിയുടെ മണ്ഡലത്തിലേക്ക് പോകാൻ തയ്യാറുണ്ടോ, അവിടുത്തെ വോട്ടർ പട്ടികയുടെ കാര്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചുള്ള ചോദ്യവും പവൻ ഖേരയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ BJP തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ വരുമ്പോൾ BJP പറയുന്നു, ഞങ്ങളല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയേണ്ടത്, ഞങ്ങൾക്ക് ഇതിൽ കാര്യമില്ല എന്ന് പറയുന്നു. തിരിച്ച് അപ്പുറത്ത് വാദങ്ങൾ ഉന്നയിക്കാൻ നോക്കുന്നു, ആരോപണം ഉന്നയിക്കാൻ നോക്കുന്നു. ഇതൊരു വലിയൊരു ക്യാമ്പയിനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത് വിശദീകരിച്ചുകൊണ്ട് വീഡിയോകൾ, ഒരുപാട് യുവാക്കൾ അതിലേക്ക് വരുന്നു. ഇനി രാഹുൽ ഗാന്ധി തുടങ്ങിയിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് ഒരുപാട് പരാതികൾ വരുന്നു, ലക്ഷക്കണക്കിന് പരാതികളാണ് വരുന്നത്, തെളിവുകളാണ് വരുന്നത്. അപ്പോൾ അതൊരു സമഗ്രമായ അതിൻ്റെ ചിത്രം ഇനിയും ഇവർ പുറത്തുവിടാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഇതിപ്പോൾ പറയുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ CPM പാർട്ടി എന്ന നിലയ്ക്കല്ല, യുവാക്കൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തറിയണം എന്ന രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾ ഞങ്ങളുടെ വോട്ട് കള്ളവോട്ടായി പോകുന്നുണ്ടോ, ഞങ്ങൾ ജയിപ്പിക്കാൻ നിശ്ചയിച്ചവരല്ലേ ജയിച്ച് വന്ന് നമ്മളെ ഭരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ, ഇവിടെ ജനാധിപത്യം മരിക്കുകയാണോ, ജനാധിപത്യത്തിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന സംശയം ഉയരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഒന്നിക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ വാദങ്ങൾ ദുർബലമായി പോകുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ രാഹുൽ കൊണ്ടുവന്ന തെളിവുകൾ അതേക്കുറിച്ച് അറിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. അത് ഒരു വാദത്തിനിടയിലാണ് പ്രശാന്ത് ഭൂഷൺ അത് ഉന്നയിച്ചത്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഒരു അത്ഭുതകരമായ കാര്യമാണ്, എന്തുകൊണ്ട് അത് അറിഞ്ഞില്ല എന്നുള്ളത്. ഏതായാലും പക്ഷേ ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാന ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ക്യാമ്പയിൻ പ്രതിപക്ഷത്തെ യോജിപ്പിച്ചോ, പ്രതിപക്ഷം കരുത്തരായോ എന്നതായിരുന്നു ചോദ്യം. പിയാ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനത്തിലൂടെയാണ് പിയാ സുനിൽ നമുക്കൊപ്പം ചേരുന്നത്. പിയാ സുനിൽ, ഈ ക്യാമ്പയിൻ പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചോ, പ്രതിപക്ഷം കരുത്തരായോ? ഇപ്പോൾ കേരളത്തിൽ ഈ ഫ്രീഡം ലൈറ്റ് മാർച്ച് നടക്കുന്നതിനൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലും
പഞ്ചാബിലും മധ്യപ്രദേശിലും എല്ലായിടത്തും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഫ്രീഡം ലൈറ്റ് മാർച്ച് നടക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരു പ്രക്ഷോഭമാക്കി, ഒരു മുന്നേറ്റമാക്കി ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഈ ഒരു പ്രതിസന്ധി ഉയർത്തിക്കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുകയാണ്. അതായാലും അതിപ്പോൾ ഈ രാത്രിയിൽ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേന്ന് ഈ രാത്രിയിൽ വളരെ ശക്തമായി കോൺഗ്രസ് എല്ലായിടത്തും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ഒരു ഗൗരവമായ വിഷയം, അത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് ഈ വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേട് സംബന്ധിച്ചുള്ള വലിയ വിഷയം ഉയർത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചൊരു വിശദീകരണം ചോദിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാത്തത്? രാഹുൽ ഗാന്ധി ഈ ചെയ്തത് വലിയ ഒരു പിഴവാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമല്ലോ. അത്തരം നടപടിയിലേക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇവിടെ രണ്ട് വിഷയമുണ്ട്. ഈ പ്രതിപക്ഷ നിരയിലെ യോജിപ്പ് എന്നതിനൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമ്മൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 2014 മുതലുള്ള ഒരു കാലഘട്ടം പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലെ തകർച്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ 2024 മുതൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കുതിച്ചുയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നിരയുടെ മുന്നിൽ നിൽക്കുന്ന നേതാവായി ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മാറുന്ന ഒരു സവിശേഷത കൂടി കാണുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇനി പുതിയ പോരാട്ടങ്ങൾ ഈ പ്രതിപക്ഷ പാർട്ടികളാകെ, ഇന്ത്യ സഖ്യമാകെ ഏറ്റെടുക്കാൻ പോകുന്നു. ഇപ്പോൾ ബീഹാറിൽ 17-ാം തീയതി മുതൽ ഈ വോട്ടർ അധികാർ യാത്ര നടത്താൻ പോവുകയാണ് ഇന്ത്യ സഖ്യം. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നതും രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ പ്രതിപക്ഷ നിരയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടിട്ടുള്ളതുപോലെ തന്നെയുള്ള വലിയൊരു യോജിപ്പ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഈ ഒരു കൃത്രിമം ചൂണ്ടിക്കാട്ടിയുള്ള, വോട്ട് കൊള്ള ചൂണ്ടിക്കാട്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഉണ്ടാവുകയാണ്. ഇത് മാത്രമല്ല പ്രശ്നം. നോക്കൂ, പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ കേന്ദ്ര സർക്കാരിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല, വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം ആടിയുലഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. പ്രതിപക്ഷത്തിന് മുന്നിൽ മറുപടി പറയാൻ കഴിയാത്ത ഒരു സർക്കാരായി നിൽക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ആ നിലയിൽ കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷമായി മാറുന്നു. അതിന് മറുപടി പറയാൻ കഴിയാത്ത സർക്കാരായി ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നമുക്കറിയാം ഈ ജൂലൈ 21-നാണ് തുടങ്ങിയത്. 17 ദിവസം തുടർച്ചയായി പ്രതിപക്ഷം ഈ SIR വിഷയം പാർലമെൻറ്റിൽ ഉയർത്തിയിട്ടുണ്ട്. ഒരു ദിവസം പോലും പാർലമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിച്ചില്ല. പ്രതിപക്ഷം ഇല്ലാതെയൊക്കെ തന്നെ ബില്ലുകൾ പാസ്സാക്കുന്നുണ്ട്. പക്ഷേ വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ മുഴുവൻ. അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം പ്രതിപക്ഷം ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വലിയൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കാണ് ഇനിയും ഈ രാജ്യം കടന്നു പോകുന്നത്. അടുത്ത വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പശ്ചിമ ബംഗാളിൽ, അസമിൽ, അങ്ങനെ 4 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകൾ, ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങളൊക്കെ തന്നെ താഴെത്തട്ടിൽ, ഗ്രൗണ്ടിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, പ്രതിപക്ഷ പ്രവർത്തകർക്ക് ഒക്കെ തന്നെ കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ താഴെയൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ക്രമക്കേട് നടക്കുന്നു എന്ന വിഷയത്തിലൊക്കെ തന്നെ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇത്തരം വിഷയങ്ങൾ തടയാനും എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായി മുന്നോട്ട് പോകാനും ഒക്കെയുള്ളൊരു ഊർജം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനത്തോടെ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളെ സ്വാതന്ത്ര്യത്തിൻ്റെ 79-ാം വർഷത്തിലേക്ക് രാജ്യം കടക്കുകയാണ്. അപ്പോൾ 78 വർഷം പൂർത്തിയാകുമ്പോൾ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഒരു ഓർമ്മ ദിനം മാത്രമല്ല, എല്ലാ അസമത്വങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജാതീയതയിൽ നിന്നുമൊക്കെയുള്ള ഒരു മോചനത്തിൽ നേടി ഒരു ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ എത്തിയതിൻ്റെ ഒരു വർഷമാണ് ആചരിക്കുന്നത്. പക്ഷേ ഇന്ന് ആ ജനാധിപത്യ സംവിധാനമാകെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന ഒരു വസ്തുതയിലൂടെ രാജ്യം യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിലൊക്കെ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന ശബ്ദം അത് വളരെ
ഗൗരവത്തോടുകൂടി രാജ്യം കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇപ്പോൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വോട്ട് ചോരി ക്യാമ്പയിൻ പ്രതിപക്ഷത്തെ കരുത്തരാക്കൂ എന്നതാണ് ചോദ്യം. സുജയ, പ്രതിപക്ഷം കരുത്തരായതിന്റെ ദൃശ്യങ്ങളാണല്ലോ, നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് തോന്നുന്നു. ആ കൊളുത്തിവിട്ടതിന്റെ പന്തങ്ങളുമായി നടക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ ഇപ്പോൾ കൊച്ചിയടക്കം എല്ലായിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു ആവേശം പ്രതിപക്ഷത്തിന് ഒരു വലിയ തോൽവിയെ നേരിട്ടതിന് ശേഷം കൊണ്ടുവന്ന ഒരു വിഷയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം വോട്ട് കൊള്ള അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ആയതുകൊണ്ട് നേരത്തെ ഉണ്ടായ തോൽവി അത് ഞങ്ങൾ ശരിക്കും തോൽക്കേണ്ടവരായിരുന്നില്ല, ഞങ്ങളെ തോൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് മോഷ്ടിച്ചെടുത്തതാണ് എന്ന ഒരു നറേറ്റീവുമായി അവർക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു വിഷയമായി കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവിടെ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നത്. കൃത്യം ഒരാഴ്ച പിന്നിടുകയാണ് ഇന്നാകുമ്പോഴേക്കും. ഈ 7 ദിവസങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിന് രാജ്യത്തുടനീളം ഒരു ഊർജ്ജമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 6-7 മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അത് വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിലെ കേരളത്തിലെ ഭിന്നിപ്പ്, KPCC എന്നാണ് പേരെങ്കിലും അത് പല ഘടകങ്ങളായി, പല പ്രദേശങ്ങളായി, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ പ്രദേശങ്ങളായി വിഘടിച്ച് നിൽക്കുന്ന യൂണിയൻ ആയി മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ആ പ്രദേശങ്ങളായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയം നിൽക്കുന്നത്. അത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ നേതാക്കളും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിന് പിന്നിൽ അണിനിരക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധവും അതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ്. അതായത് ഒരു ഡിസ്പ്ലേയിലേക്ക് തങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന് പ്രത്യേകിച്ചും കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. കേരളത്തിൽ അങ്ങനെ കോൺഗ്രസ് അല്ലാതെ UDFിലെ മറ്റ് സഖ്യകക്ഷികൾ എല്ലാവരും കൂടി ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു. ഇന്ന് കോൺഗ്രസിൻ്റേത് മാത്രമായിട്ടുള്ള പ്രതിഷേധമാണ്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ ലീഗും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായേക്കാം. അപ്പോഴും അവിടെ ഉന്നയിക്കപ്പെടുന്ന മറ്റ് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും UDFിന്റെ ഭാഗമായ ലീഗ് ഉന്നയിക്കുന്ന ആരോപണം അത് കോൺഗ്രസ് ഇന്ന് ഏറ്റെടുക്കുകയാണ്. അത് കോഴിക്കോടാണ്. അപ്പോൾ മലബാറിൽ ഈ ഒരു വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഈ വിഷയം കൊണ്ടുവരാനായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ കോൺടെക്സ്റ്റിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കേരളത്തിലും പ്രതിപക്ഷം കരുത്താർജിക്കുകയാണ്. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും CPIMന് നേരെ നേർക്കുനേർ വെല്ലുവിളിയിലേക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇന്ന് അടൂർ പ്രകാശൊക്കെ ഉന്നയിച്ച കാര്യങ്ങൾ എന്തായിരുന്നു തൻ്റെ ആരോപണം എന്നത് അടൂർ പ്രകാശ് ഇന്ന് തുറന്നു പറയുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ. അപ്പോൾ അതിൽ CPIMനെ നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനുള്ള, അല്ലെങ്കിൽ CPIMനെതിരെ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന BJPക്കെതിരെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആരോപണം അത് കേരളത്തിൽ CPIMനെതിരെ പ്രയോഗിക്കാൻ കൂടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2024 കോൺഗ്രസിന് 99 സീറ്റുകളും BJPക്ക് 240 സീറ്റുകളും എന്ന രീതിയിലാണ് അന്ന് ജൂൺ 4-ന് പൊസിഷൻ നിന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കെടുത്താണ് കോൺഗ്രസ് ഈ ഒരു ആരോപണത്തിലേക്ക് എത്തുന്നത്. അതിനിടയിൽ 1.5 വർഷം കടന്നുപോയി എന്നത് വസ്തുതയുമാണ്. ഇവിടെ മഹാദേവപുര ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരയിലെ വോട്ടർ മാനിപ്പുലേഷനിൽ നിന്ന് തുടങ്ങി ആ ആരോപണം പ്രത്യാരോപണങ്ങൾ വരുമ്പോൾ കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ കൂടി സെൻറ്റർ ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ഡിജിറ്റൽ വോട്ടർ റോൾസ് എന്ന പ്രധാനപ്പെട്ട ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നതിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇത് തുടർച്ച വേണം. ഈ ഒരു പ്രതിഷേധത്തിന് തുടർച്ച കൊണ്ടുവരാൻ അത് ഉടൻ തന്നെ ഒരു ഇപ്പോൾ ബീഹാറിലെ റാലിയിലേക്ക് പോവുകയാണ്. 17-ാം തീയതി റാലിക്ക് തുടക്കമിടാൻ പോകുന്നു രാഹുൽ ഗാന്ധി. അത് സെപ്റ്റംബർ 1 ആകുമ്പോഴേക്കും ആ റാലിയുടെ ഒരു കൾമിനേഷൻ ആവുകയാണ്. സെപ്റ്റംബർ 1-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR അനുസരിച്ച് ഒഴിവാക്കിയ ആളുകൾക്ക് കറക്ഷൻസ് ചെയ്യാനായിട്ടുള്ള സമയം അവസാനിക്കുന്നതും സെപ്റ്റംബർ 1-നാണ്. സെപ്റ്റംബർ 1-ആണ് അതിൻ്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അതുവരെയാണ് അപേക്ഷകൾ നൽകാൻ സാധിക്കുക. ഇതുവരെയുള്ള അപേക്ഷകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ 1,65,000 അപേക്ഷകളാണ് SIRമായി ബന്ധപ്പെട്ട് ബീഹാറിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഒഴിവാക്കിയത് എത്ര പേരെയാണ്? 65 ലക്ഷം പേരെയാണ്. അത് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിയമയുദ്ധത്തിലും പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന വാദമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാലും പ്രതിപക്ഷത്തിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അന്തിമവിധി എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് കരുത്ത് നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഈ 65 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ 22 ലക്ഷം പേർ മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ മരിച്ചവരെല്ലാം ശരിക്കും മരിച്ചവരാണോ എന്ന ഒരു ചോദ്യം കൂടി ഈ ഒരു പ്രോസസ്സിനിടയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കൊണ്ടുവരുന്നു. ആ ചായ സൽക്കാരമടക്കം അതൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണ്. അതായത് നേരത്തെ രാഷ്ട്രീയമില്ല, ഈ വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുകയാണ് ലക്ഷ്യം എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിലും ബീഹാർ തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ബീഹാർ തന്നെയാണ് ലക്ഷ്യം. കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്
ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. അവിടെ തേജസ്വി യാദവിനായാലും രാഹുൽ ഗാന്ധിക്കായാലും അവിടെ തങ്ങളുടെ കരുത്ത് കാണിച്ചേ മതിയാകൂ. കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ സംഭവിച്ചതിൻ്റെ ഒരു തുടർച്ചയല്ല ബീഹാറിൽ അവർ ആഗ്രഹിക്കുന്നത്. തിരിച്ചുവരവിനുള്ള ഊർജ്ജമാണ്. ആ ഊർജ്ജം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ SIR-ൽ വന്നിരിക്കുന്ന ഈ ഡാറ്റ അതിൽ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരണം. അതിനാണ് ഒന്നിലധികം തവണ എൻറോൾ ചെയ്തിരിക്കുന്ന 7 ലക്ഷം പേർ, മൈഗ്രേറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് എന്ന് പറയുന്നത് 36 ലക്ഷം പേർ, ഒപ്പം 22 ലക്ഷം പേർ മരിച്ചു എന്ന് കരുതി അല്ലെങ്കിൽ മരിച്ചവർ എന്നുള്ള ഗണത്തിൽപ്പെടുത്തി ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ ആകെ 65 ലക്ഷമാണ്. അതിൽ അപേക്ഷകൾ അത്രത്തോളം വരുന്നില്ല എന്നത് ഒരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കറക്ഷൻസ് വരുത്തണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് പോകണം. ആ ആപ്ലിക്കേഷൻസ് പോകുന്നില്ല. സുപ്രീം കോടതിയിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുക. കാരണം അപേക്ഷകളുടെ എണ്ണം ഇപ്പോൾ ഇനി 15 ദിവസം കൂടിയേ ബാക്കി നിൽക്കുന്നുള്ളൂ. 1,65,000 മാത്രമാണ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 65 lakhs. അതാണ് അവിടെ കാണുന്ന ഒരു പ്രശ്നം. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വരുന്നത് ഇന്നിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന്. പ്രതിപക്ഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വോട്ട് ചോരി, വോട്ട് കൊള്ള പോലെയുള്ള മോശം പദപ്രയോഗങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു, ഇഫ് എനിവൺ ഹാസ് എനി പ്രൂഫ് ഓഫ് എനി പേഴ്സൺ ആക്ച്വലി വോട്ടിംഗ് ട്വൈസ് ഇൻ എനി ഇലക്ഷൻ ഇറ്റ് ഷുഡ് ബി ഷെയർഡ് വിത്ത് ECI വിത്ത് എ റിട്ടൺ അഫിഡവിറ്റ് റാദർ ദാൻ കളറിംഗ് ഓൾ ദി ഇലക്ടേഴ്സ് ഓഫ് ഇന്ത്യ സ്റ്റോർ വിതൗട്ട് എനി പ്രൂഫ്. രാജ്യത്തെ വോട്ടർമാരെ എല്ലാം കള്ളന്മാരാക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാക്കി അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഈ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പ്രതിഷേധങ്ങളെയൊക്കെ തള്ളിക്കളയുന്നതാണ് ഇന്നത്തെ ദിവസവും നമ്മൾ കാണുന്നത്. പക്ഷേ അനുരാഗ് ഠാക്കൂർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം അതും പ്രതിപക്ഷത്തിന് ഒരു ആയുധമായി മാറുന്നുണ്ടോ എന്നതാണ് എനിക്ക് സംശയം തോന്നുന്നത്. കാരണം അനുരാഗ് ഠാക്കൂർ ഉറപ്പിച്ചോളൂ, ഞാനത് പൂർത്തിയാക്കട്ടെ. ആയുധമായി മാറി. അപ്പോൾ പ്രതിപക്ഷത്തിന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ കാര്യങ്ങളിലെ, അതായത് പെട്ടെന്ന് നമ്മളൊരു മറുപടി പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അതിന് ആസ്പദമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കൂടി പരിശോധിക്കേണ്ടിയിരുന്നു എന്നതാണ് ആ വിഷയത്തിൽ എനിക്ക് തോന്നിയത്. കാരണം അവിടെ ഇപ്പോൾ ഈ മൈമുനയാണെങ്കിൽ തന്നെ മൈമുന ശരിക്കും ഒരേ മൈമുന തന്നെയാണോ? കാരണം ഒരു നാട്ടിൽ മൈമുനമാർ കുറേ ഉണ്ടാകും, അക്ബർമാരും ജോസഫുമാരും അതുപോലെ തന്നെ ബാബുമാരും ഒക്കെ കുറേ ഉണ്ടാകും. അതിപ്പോൾ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിൻ്റെ പരിധിയിൽ തന്നെ ഒരേ പേരുള്ള ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പേരുകളൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡാറ്റ കൊടുത്തവർ കൃത്യമായിട്ടുള്ള ഡാറ്റയാണോ കൊടുത്തത് എന്നുള്ള ഒരു സംശയം എനിക്ക് ഏതൊരു ലേമാനെ പോലെയും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ നടത്തുന്ന പരിശോധനയിലായാലും ഇക്കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. പക്ഷേ ഇതിനൊരു തുടർച്ച അനുരാഗ് ഠാക്കൂർ ഉറപ്പായും കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അനുരാഗ് ഠാക്കൂറിന് ഈ രീതിയിൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ചുമതലയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള അടുത്ത മൂവ് നമുക്ക് നാളെ കാണുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് 4 മണ്ഡലങ്ങളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റായ്ബറേലി, വയനാട്, കനൌജ്, ഒപ്പം ഡയമണ്ട് ഹാർബർ. അതിൽ ലക്ഷ്യം ഏതൊക്കെ നേതാക്കളാണ്, ഏതൊക്കെ MP-മാരാണെന്നുള്ളതും വ്യക്തമാണല്ലോ. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, അഭിഷേക് ബാനർജി, അഖിലേഷ് യാദവ്. സ്ട്രോങ് ആയിട്ടുള്ള 4 പേരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ടാർഗറ്റഡ് അറ്റാക്ക് അപ്പുറത്തു നിന്നും വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് ഈ കൂട്ടായ്മ ഒരു കരുത്ത് നൽകുന്നുണ്ട്. അതേ കൂട്ടായ്മയോടെ അതേ ശക്തിയോടെ മുന്നോട്ട് പോകാൻ സെപ്റ്റംബർ 1 ശേഷവും അവർക്ക് സാധിക്കുകയാണെങ്കിൽ ഈ വിഷയം അവർക്കൊരു തിരിച്ചുവരവിനുള്ള ഊർജ്ജമാകുമെന്നതാണ് എൻ്റെ ടേക്ക്. സുജയുടെ അഭിപ്രായത്തിലടക്കം വന്നിരിക്കുന്ന ആ ഒരു സംയമനമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മയുടെ വിജയമായിട്ട് ഞാൻ പറയുന്നത്. കാരണം അനുരാഗ് ഠാക്കൂറിന് തെറ്റുപറ്റിയോ എന്ന് സുജയ്ക്ക് സംശയം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു വസ്തുത മനസ്സിലാക്കി തുടങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കരുത്തായിട്ട് മാറാൻ പോകുന്നതും. ഞാൻ ക്യാപ്സൂൾ അല്ലല്ലോ പറയാം. അല്ലല്ല, അതാണല്ലോ ഒടുവിൽ സമ്മതിക്കേണ്ടി വരികയല്ലേ അനുരാഗ് ഠാക്കൂർ പറഞ്ഞത്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞതിലെ മൈമുനയുടെ കേസ് സ്റ്റഡി അല്ല, അനുരാഗ് ഠാക്കൂർ പറഞ്ഞ മൈമുനയുടെ കാര്യം നമ്മുടെ 3 മൈമുനമാർ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 3 അല്ല 300 മൈമുനമാരുള്ള നാടാണിത്. ആ മൈമുനമാർക്ക് വളരെ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ, ആരെയും ഭയക്കാതെ നടക്കാൻ ഒരു ഭയവുമില്ലാത്ത നാടിൻ്റെ പേരാണ് കേരളം. ആ നാടിൻ്റെ പേരാണ് ഏറനാട്. ആ മണ്ഡലത്തിൻ്റെ പേരാണ് വയനാട്. ഏത് മൈമുനയുടെ കാര്യമാണ് പറയുന്നത്? അനുരാഗ് ഠാക്കൂർ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഇതാ ഒരു മൈമുന, ഇതാ ഒരു മൈമുന, ഇതാ ഒരു മൈമുന, 3 പേരും 3 ബൂത്തുകളിൽ വോട്ട് ചെയ്തു. ആണെന്നേ, ഒരു മൈമുനയുടെ പഞ്ചായത്ത് അരീക്കോട്, മറ്റൊരു മൈമുനയുടെ പഞ്ചായത്ത് കാവന്നൂര്, മറ്റൊരു മൈമുനയുടെ പഞ്ചായത്ത് കുഴിമണ്ണ. 3 പഞ്ചായത്തിലുള്ള മൈമുനമാർ വോട്ട് ചെയ്തതിന് അനുരാഗ് ഠാക്കൂർ പറയുകയാണ് 3 മൈമുനമാർ 3 പേരുകളിൽ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഒരു മൈമുനയാണോ ഈ 3 മൈമുന എന്നുള്ളത്? പ്രിയപ്പെട്ട അനുരാഗ് ഠാക്കൂർ, അങ്ങ് രാജീവ് ഗാന്ധിക്ക് മറുപടി പറയാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പലതും പ്രതീക്ഷിച്ചു. രാഹുൽ ഗാന്ധി മറുപടി പറയാൻ എത്തിയപ്പോൾ ഞങ്ങൾ ചിലത് പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങ് പരമാബദ്ധമാണ് വിളിച്ചു പറഞ്ഞത്. അതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഒരുമിക്കുന്നുണ്ട്. അതും ആ പേര് തെരഞ്ഞെടുത്ത് നോക്കൂ. മൈമുന എന്ന പേരാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, മേനക എന്ന പേരല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതും അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമിത്ഷാ പറഞ്ഞതിന് തുടർച്ചയായിട്ട് അവിടെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണ്. വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ കള്ളന്മാരാണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിശദീകരണം ചോദിക്കേണ്ടിയിരുന്നത്, ഇന്ന് നോട്ടീസ് കൊടുക്കേണ്ടിയിരുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് ഠാക്കൂറിനോടായിരുന്നു. അനുരാഗ് ഠാക്കൂറിനോട് ചോദിക്കണം, എന്തിനാണ് ഈ മാനാഭിമാനത്തോടു കൂടി വോട്ടർ ID കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത സത്യസന്ധരായ മൈമൂനമാരെ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളികളായി കള്ളന്മാരായി ചിത്രീകരിച്ചതിന് അനുരാഗ് ഠാക്കൂറും BJP മാപ്പ് പറയേണ്ട ഒരു ദിവസം കൂടിയാണിന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. തീർന്നില്ല, വീണ്ടും അനുരാഗ് ഠാക്കൂർ വരികയാണ്. അനുരാഗ് ഠാക്കൂർ വന്നൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇതാ വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു വന്ന മണ്ഡലത്തിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ചൗണ്ടേരി എന്ന് പറയുന്നൊരു വീട്ടുപേരിൽ ഹിന്ദുക്കളും മുസൽമാന്മാരുമായിട്ടുള്ളവർ ഒരുമിച്ച് കഴിയുന്നു എന്നുള്ളത്. അനുരാഗ് ഠാക്കൂർ ഹിന്ദുവും മുസൽമാനുമൊക്കെ ഒരു മേൽക്കൂരയ്ക്ക് താഴെ താമസിക്കുന്ന കാഴ്ച താങ്കൾക്ക് കണ്ട് പരിചയമില്ലായിരിക്കും. അങ്ങനൊരു കാഴ്ച കാണാതിരിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുമായിട്ടാണ് താങ്കളത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താങ്കൾക്ക് അവിടെ തെറ്റി. ചൗണ്ടേരി എന്ന് പറയുന്നത് ഒരു വീട്ടുപേരല്ല, അത് ചാമുണ്ടേശ്വരി കുന്ന് എന്ന് പറയുന്ന കൽപ്പറ്റയിൽ ഉണ്ടായിരുന്ന പഴയൊരു സ്ഥലം ലോപിച്ച് ചുണ്ടേരി കുന്നായും പിന്നീട് ചൗണ്ടേരിയായിട്ടും മാറി. അവിടെ ഹിന്ദുക്കൾക്കും മുസൽമാന്മാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ ഒക്കെ വീട്ടുപേരായിട്ട് അവരെഴുതുന്നത് ഈ ചൗണ്ടേരി എന്ന് പറയുന്ന സ്ഥലമാണ് സാർ. ആ ചൗണ്ടേരിയിൽ ഹിന്ദുക്കളും മുസൽമാന്മാരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ആരും ആരുടെയും വീട്ടിലെ ഫ്രിഡ്ജിൽ പോയി നിങ്ങൾ കഴിക്കുന്ന ഇന്നത്തെ ഭക്ഷണത്തിൽ കാളയിറച്ചിയുണ്ടോ പോത്തിറച്ചിയുണ്ടോ പശുവിൻ്റെ ഇറച്ചിയുണ്ടോ എന്ന് നോക്കാതെ ജീവിക്കുന്നൊരു നാടാണ് സാർ ആ നാട്. അത് അനുരാഗ് ഠാക്കൂറിന് മനസ്സിലാകാതെ പോയപ്പോൾ അനുരാഗ് ഠാക്കൂറിൻ്റെ എല്ലാ കൗണ്ടർ റിയാക്ഷൻസും സ്വന്തം നെഞ്ചിലേക്ക് തന്നെ ആയിപ്പോയി. ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ അനുരാഗ് ഠാക്കൂറിനാണ് നോട്ടീസ് ഇന്ന് സെർവ് ചെയ്യേണ്ടിയിരുന്നത്. തിരഞ്ഞെടുപ്പിനെ പരിഹസിക്കുക മാത്രമല്ല ചെയ്തത്, വോട്ടർമാരെ അപഹസിച്ചു. നേരത്തെ സുജയ പറഞ്ഞല്ലോ വോട്ട് ചോരി എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? വോട്ട് ചോരി എന്ന് പറഞ്ഞത് വോട്ടർമാരെ കുറിച്ചല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വോട്ട് കൊള്ളയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സാധാരണ മൈമൂനമാർ എന്ത് പിഴച്ചു, സാധാരണ വോട്ടർമാർ എന്ത് പിഴച്ചു? അതുകൊണ്ട് അനുരാഗ് ഠാക്കൂറിന് ഒരു നോട്ടീസ് കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ചെയ്യേണ്ടത്. അതും ഇന്നിപ്പോൾ കോൺഗ്രസിനൊരു ആയുധമായി മാറി, പ്രതിപക്ഷ നേതാക്കൾക്കെല്ലാം ആയുധമായി മാറി, ഇന്ത്യ മുഴുവൻ BJP ട്രോളാനുള്ള ഒരു ഉപകരണം കൂടിയായിട്ട് മാറിയിരിക്കുന്നു അനുരാഗ് ഠാക്കൂറിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ടേക്ക്. 2, ഇത് പ്രതിപക്ഷത്തെ യോജിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ഇന്ത്യ മുന്നണിയിൽ വലിയ സഖ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടർന്നുപോയ ആം ആദ്മി പാർട്ടി, പിണങ്ങി നിന്ന് തൃണമൂൽ കോൺഗ്രസ്, ഇന്ന് എല്ലാവരും ഒരുമിച്ച് വരുന്നൊരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഓൺലൈനായിട്ട് വിളിച്ചു ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത 24 പ്രതിപക്ഷ കക്ഷികളും ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരേ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം പഹൽഗാം വിഷയത്തിലും ഒരേ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിനിടയിലാണ് വോട്ട് ചോരി വരുന്നത്. ഒരേ നിലപാട് സ്വീകരിച്ചവർ ഒറ്റക്കെട്ടായി ഒരു മെയ് പോലെയാണ് അവർ 300 MP-മാരും നമ്മളുടെ രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധം നടത്തിയത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യം അതുവരെ കണ്ടിട്ടില്ലാത്ത വിധം, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു സ്വരച്ചേർച്ചയല്ലേ കണ്ടത്. പാർലമെന്റിനെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചില്ലേ. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും അപ്പുറം പാർലമെന്റിനെ അനങ്ങാൻ വിട്ടിട്ടില്ല ഈ ഒപ്പോസിഷൻ ഐക്യമെന്ന് പറയുന്നത്. ഓരോ ദിവസവും അവർ ഉയർത്തുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ ഉത്തരമില്ലാതെ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു BJP എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രതിപക്ഷം കൂടുതൽ കരുത്താർജിച്ചു വരികയാണ്. ഇനി അടുത്ത കരുത്ത് കാണാൻ പോകുന്നതേ ഉള്ളൂ. അഭി പിക്ചർ ബാക്കി ഹേ. എന്താ സംഭവം? ബീഹാറിൽ വരാൻ പോകുന്ന റാലി, ബീഹാറിലെ വോട്ടധികാർ യാത്ര നടത്താൻ പോകുന്നത് രാഹുൽ ഗാന്ധി, പിന്തുണയായിട്ട് വരുന്നത് തേജസ്വി യാദവ്, ഒപ്പം അഖിലേഷ് യാദവും കൂടി ഇറങ്ങുമ്പോൾ കളി മാറാൻ പോവുകയാണ് സുജയ. അത് ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വോട്ടധികാർ യാത്രയുണ്ടല്ലോ. അതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ കരുത്ത് എന്താണെന്നറിയും. അത് കഴിഞ്ഞാൽ പിന്നീട് എന്താ? അടുത്ത വർഷം ഇലക്ഷൻ നടക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജിക്ക് അറിയാം, അവിടെ വെല്ലുവിളി ഉയർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ വോട്ടർ പട്ടികയിലെ ഏതെങ്കിലും ഒരു യഥാർത്ഥ വോട്ടറെ ഇലക്ഷൻ കമ്മീഷൻ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ വിവരമറിയും എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ബീഹാറിലെ കളിയുമായിട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ കഴിയില്ല. വെസ്റ്റ് ബംഗാളിൽ ഇതിനകം പ്രതിരോധം തീർത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വരുന്നത് തമിഴ്നാട് ഇലക്ഷനും കേരള ഇലക്ഷനുമാണ്. വോട്ടർ പട്ടികയിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ആളുകളെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മരിച്ച മനുഷ്യരായി കണക്കാക്കി ഡിലീറ്റ് ചെയ്യുന്ന ആ പ്രതിഭാസവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നതിനെ എതിർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 22 ലക്ഷം പേരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന കണക്കിൽ പറയുന്നത്. ഇതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കറിയില്ല. രാഹുൽ ഗാന്ധി ചായ കുടിച്ചത് 7 മരിച്ചുപോയ മനുഷ്യരെന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മനുഷ്യർക്കൊപ്പമാണ്. അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്ത് വിരോധാഭാസമാണെന്ന് നോക്കൂ. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ആയിരുന്നില്ലെന്നേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാമല്ലോ. 1990-കളിൽ TN ശേഷൻ എന്ന് പറയുന്ന ഒരു അധികായൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തേക്ക് വരുമ്പോഴാണ് പഞ്ചാബിലെ ഒരു തെരഞ്ഞെടുപ്പ് പോലും വയലൻസിനെ മുൻനിർത്തിക്കൊണ്ട് മാറ്റിവെക്കാനുള്ള ആർജവം കാണിച്ച നേതാവാണ്. ഉത്തർപ്രദേശിലെയും എന്തിനേറെ ജയലളിതയെ തന്നെയും വിറപ്പിച്ച നേതാവാണ്. എല്ലാ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ കൃത്യമായി നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞ ആളാണ്.
എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണിലെ കരടായിരുന്നു ടി എൻ ശേഷൻ. അനങ്ങിയില്ല ഒരു ഇഞ്ച് പോലും. 56 ഇഞ്ചൊന്നും വേണ്ടെന്നേ. ടി എൻ ശേഷനെ പോലെ അങ്ങോട്ട് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മതി ഇന്ത്യൻ ജനാധിപത്യത്തെ ആ ഒരു കൃത്യമായ അമ്പയറിങ്ങിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ അതിന് ടി എൻ ശേഷനെ പോലെ കീഴടങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യനാവണം. ടി എൻ ശേഷൻ തൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ അതിനുശേഷമുള്ള റിട്ടയർമെൻറ്റ് ലൈഫ് ഈ സർക്കാരിൽ നിന്ന് ഒരു പദവിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാനുള്ള കരുത്ത് കാണിക്കണം. അതിനുള്ള ശേഷിയില്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർക്ക്. 99 പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ, ബാൽ താക്കറെ എന്ന് പറയുന്ന മുംബൈയുടെ നഗരത്തെ കിടുകിട വിറപ്പിച്ച നേതാവുണ്ട്. ആ മുംബൈയിലെ ബാൽ താക്കറെ 6 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വിധിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തിനാ വിധിച്ചത്? മാൽ പ്രാക്ടീസസിന്റെ പേരിൽ. തെരഞ്ഞെടുപ്പ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളുടെ പേരിൽ 6 വർഷത്തേക്ക് സാക്ഷാൽ ബാൽ താക്കറെയെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ നിന്ന് ബാൻ ചെയ്തൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ആ ഇലക്ഷൻ കമ്മീഷന്റെ നിഴലിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അവിടെ നിന്നാണ് ഭരിക്കുന്ന കക്ഷിക്ക് വേണ്ടി വോട്ടർ പട്ടികയിൽ ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിച്ചവരായി കണക്കുകൂട്ടി അവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുകയും കേരളത്തിലടക്കം പലയിടങ്ങളിൽ നിന്ന് വന്ന വോട്ടർമാരെ ഒരേ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തൊരു സാഹചര്യം ഒരുക്കുന്നത്, വോട്ട് ചോരിക്ക് കളമൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. പ്രതിപക്ഷം കരുത്തരാവുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ടേക്ക്. പിക്ചർ അഭി ബാക്കി ഹേ. ഇനി പ്രതിപക്ഷം കരുത്തരായോ എന്ന ചോദ്യത്തിന് ഉത്തരം യെസ് എന്ന് 4 പേരും. Meet the editors.